പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, നമ്മളുടെ ഹാർവസ്റ്റിലെ +1 ക്ലാസ്സുകളിലേക്കുള്ള രണ്ടാമത്തെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഭൂരിഭാഗം രക്ഷിതാക്കളുടെ മനസ്സിലുണ്ടാവുക 10ാം ക്ലാസ്സിൽ എക്സാം കഴിഞ്ഞിട്ടില്ലല്ലോ, കഴിഞ്ഞതിന് ശേഷം അഡ്മിഷനെ കുറിച്ച് ചിന്തിച്ചാൽ പോരെ, റിസൾട്ട് വന്നിട്ട് ചിന്തിച്ചാൽ പോരെ എന്നൊക്കെ ആലോചിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ, ചെറിയ ക്ലാസ്സുകളിൽ മുതൽ തന്നെ എൻട്രൻസ് കോച്ചിങ് നൽകി കൃത്യമായിട്ട് ഇനി എങ്ങോട്ട് പോകണമെന്ന് ഡയറക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇന്ത്യയിലൊട്ടാകുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെ ഇടയ്ക്ക് നമ്മളെ കുട്ടികൾ ചെല്ലുന്ന സമയത്ത് ഓരോ റിസൾട്ടും വന്നിട്ട് അടുത്ത തീരുമാനം എന്താ വെച്ചാൽ തീരുമാനിക്കാൻ രീതിയിലുള്ള ഒരു അവസ്ഥ വരുമ്പോൾ നമ്മളെ കുട്ടികൾ ഒരുപാട് പിറകിലോട്ട് പോരും. അപ്പോൾ ഒരു ബാച്ച് ഹാർവസ്റ്റിൽ ഇപ്പോൾ ഫുള്ളായി. ഇനി അടുത്ത രണ്ടാമത്തെ ബാച്ചിലേക്കുള്ള ബുക്കിംഗാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ്ങോട് കൂടി +1 +2 കേരള സിലബസിലെ സയൻസ് ബാച്ചാണ് ഹാർവസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ബാച്ചിലേക്കുള്ള ബുക്കിങ്ങും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾ ആർക്കെങ്കിലും 10ാം ക്ലാസ് പൂർത്തീകരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ എക്സാം കഴിയാനും റിസൾട്ട് കഴിയാനും കാത്തു നിൽക്കരുത്. ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ നിങ്ങളെ കുട്ടികൾക്ക് നല്ല അവസരങ്ങളൊക്കെ നഷ്ടപ്പെടും. ഇത് ഹാർവസ്റ്റിൽ മാത്രമല്ല, കേരളത്തിലുടനീളമുള്ള എല്ലാ എൻട്രൻസ് കോച്ചിങ് സംവിധാനത്തിലാണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിലും അവിടെയുള്ള അവസരങ്ങളൊക്കെ കുറഞ്ഞു പോവുകയാണ്. കാരണം എന്താ വെച്ചാൽ ആദ്യം തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കുട്ടികളുടെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് മുന്നേ തന്നെ ബുക്ക് ചെയ്യുന്ന ഒരുപാട് രക്ഷിതാക്കൾ ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം നമ്മളെ കുട്ടികൾ നല്ല മാർക്കൊക്കെ വാങ്ങി 10ാം ക്ലാസ്സിൽ നല്ല റിസൾട്ടൊക്കെ വാങ്ങിയിട്ട് ഈ അഡ്മിഷൻ എടുക്കാൻ വരുമ്പോഴേക്കും അവസരങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഈ ഒരു സംവിധാനത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കുട്ടിയുടെ പേര്, ഫോൺ നമ്പർ അയച്ച് തന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. 10ാം ക്ലാസ്സിൽ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അവർക്കൊരു സ്കോളർഷിപ്പ് എക്സാം കണ്ടക്ട് ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അഡ്മിഷൻ്റെ കാര്യങ്ങൾ കൺഫേം ചെയ്യും. ഈ അഡ്മിഷൻ നേരത്തെ തന്നെ എടുത്തു കഴിഞ്ഞാൽ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ 10ാം ക്ലാസ് കഴിഞ്ഞ് 2-3 മാസം അവർ വെറുതെ അലോട്ട്മെൻറ്റും മറ്റു കാര്യങ്ങളും പറഞ്ഞ് നടക്കുന്നതിന് പകരം ആ സമയം അവർക്ക് ബ്രിഡ്ജ് കോഴ്സാണ് നമ്മൾ ഹാർവസ്റ്റിന് പ്രൊവൈഡ് ചെയ്യുക. ഏറ്റവും നേരത്തെ തന്നെ ബ്രിഡ്ജ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും. ബ്രിഡ്ജ് കോഴ്സിൻ്റെ ഒരു പ്രാധാന്യം എന്താ വെച്ചാൽ, നമ്മൾ 8, 9, 10 പഠിക്കുന്ന കാര്യങ്ങൾ ഒന്നും കൂടി +1 ഓർത്തെടുക്കാനും, അതുപോലെ തന്നെ 8, 9, 10 പഠിക്കാത്ത പല കാര്യങ്ങളും +1 പുതുതായിട്ട് വരുന്നുണ്ട്. ആ പുതിയ കാര്യങ്ങളുടെ ഒരു ബേസിക് ഐഡിയ നമ്മൾ ആദ്യം തന്നെ മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ +1 വലിയൊരു പ്രയാസമില്ലാതെ കടന്നു പോകും. നമ്മുടെ നാട്ടിൽ 10ാം ക്ലാസ്സിൽ ഒരുപാട് കുട്ടികൾക്ക് ഫുൾ A+ കിട്ടുന്നത് കാണാൻ പറ്റും. പക്ഷേ +2ലേക്ക് വരുമ്പോൾ ആ A+ൻ്റെ എണ്ണം വളരെ പകുതിയായിട്ട് കുറയുന്ന രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ +1 പഠിക്കാനുള്ള അത്യാവശ്യം വലിയൊരു സിലബസാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം കുട്ടികളും കേരള സിലബസിൽ 10ാം ക്ലാസ് പഠിച്ചിട്ടാണ് വരിക. അവർ പിന്നീട് വരുന്നത് +1 +2 NCERT ബുക്ക്, അതായത് CBSE ഫോളോ ചെയ്യുന്ന NCERT ബുക്കിലേക്ക് മാറാണ്. അപ്പോൾ പെട്ടെന്നൊരു സിലബസിലുള്ള ചേഞ്ചും അതുപോലെ തന്നെ ബേസില്ലായ്മയും ഒക്കെയാണ് ഈ ഒരു റിസൾട്ട് മോശമാവാൻ അല്ലെങ്കിൽ റിസൾട്ട് താഴ്ന്നു പോകാനുള്ളൊരു കാരണം. ഈ ഒരു കാരണം നമ്മൾ ഇറേസ് ചെയ്ത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ നേരത്തെ തന്നെ നമ്മൾ അവർക്ക് അതിൻ്റേതായ ബേസിക് ഐഡിയ കൊടുക്കണം. അപ്പോൾ ഈ വെക്കേഷൻ ക്ലാസ്സിൽ അവർക്ക് ബ്രിഡ്ജ് കോഴ്സ് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് +1 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രയാസമില്ലാതെ +1 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത് അവരുടെ റിസൾട്ടിനെ നല്ലോണം പോസിറ്റീവായിട്ട് ബാധിക്കും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ നേരെ അവർ +1 വരും. ജൂണിലോ ജൂലൈയിലോ +1 ക്ലാസ്സുകൾ തുടങ്ങും. ആ +1 ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് കേട്ടതൊന്നും അല്ലാതെ പുതിയ എന്തൊക്കെയോ കേൾക്കുന്ന മാതിരി തോന്നും. അപ്പോൾ സയൻസിനോടും സബ്ജക്റ്റിനോടും ഒരു വെറുപ്പ് തോന്നും. അങ്ങനെ അവർക്ക് നല്ലൊരു റിസൾട്ടോ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിൽ നല്ല മാർക്കോ വാങ്ങാൻ അവർക്ക് കഴിയാത്തൊരവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളും നേരത്തെ തന്നെ ചിന്തിക്കുക. മക്കളുടെ കാര്യമാണ്, അവർ നേരത്തെ തന്നെ ചിന്തിക്കുക. നിങ്ങൾ ഇങ്ങനത്തെ എന്തെങ്കിലും റെസിഡൻഷ്യൽ സംവിധാനത്തിൽ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ +1 +2 വെറും സ്കൂൾ ക്ലാസ്സുകൾ എന്നതിനപ്പുറം നല്ലൊരു കോച്ചിങ് സംവിധാനത്തിൽ +2 കഴിഞ്ഞ് ഏതെങ്കിലും നല്ലൊരു കോളേജിൽ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ തീരുമാനത്തിലേക്ക് എത്തും. അപ്പോൾ സമയമില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാ സംവിധാനങ്ങളും ആദ്യം തന്നെ വരുന്ന കുട്ടികൾക്കാണ് പ്രിഫറൻസ് കൊടുക്കുക. ഹാർവസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയിട്ടുള്ള +1 +2 ക്ലാസ്സുകളും ഒപ്പം തന്നെ റെസിഡൻഷ്യൽ സംവിധാനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനൊപ്പം തന്നെ നമ്മളുടെ 8, 9, 10 ക്ലാസ്സുകൾ സ്കൂൾ ക്ലാസ്സുകൾക്കൊപ്പം തന്നെയുള്ള എൻട്രൻസ് ഫൗണ്ടേഷൻ്റെ സെക്ഷനും നമ്മൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് 8ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ വാങ്ങണമെങ്കിലോ 8ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് 9ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഫൗണ്ടേഷൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് 8, 9, 10 ക്ലാസ്സുകൾക്കും സ്കൂൾ ക്ലാസ്സുകൾക്കൊപ്പം തന്നെയുള്ള നല്ലൊരു എൻട്രൻസ് കോച്ചിങ് സ്കീമും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിക്കും. അപ്പോൾ എല്ലാ രക്ഷിതാക്കളും എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.